ഞാൻ അവരെ കാത്തിരിക്കും. ആ വലിയ സൗഭാഗ്യത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരം ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ടു. ഇഖ്വാനി ഇഖ്വാനി, എൻ്റെ പൊന്നു സഹോദരന്മാർ. കൊണ്ടൂർ ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളോടപ്പറപ്പീങ്ങള്, ഓടപ്പുറപ്പീങ്ങൾ മലപ്പുറം ഭാഷ. ഓടപ്പുറപ്പീങ്ങളെ ഗൗരവത്തിലും സങ്കടത്തിലും വിചാരിച്ച് കണ്ണീര് പൊഴിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. പണ്ടെന്നോ മലേഷ്യ പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല, പിന്നൊരു വിവരവുമില്ല. അങ്ങനെയുള്ള ഒരു സഹോദരനെ പറ്റി, ജീവിതത്തിൽ ആകെ 4 or 5 വട്ടം കണ്ട ഒരു സഹോദരനെ പറ്റി പിന്നെ തിരിച്ചു വന്നതുമില്ല, കണ്ടതുമില്ല, ഒരു വിവരവും കിട്ടിയതുമില്ല. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് കണ്ണീര് പൊഴിച്ചു പറഞ്ഞത് ഒരു പത്രപ്രവർത്തകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സഹോദരൻ അവിടെ ആയിപ്പോയി, പിന്നൊരു വിവരവുമില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എന്തായി എന്നറിയില്ല. MA ഉസ്താദ് കണ്ണീര് പൊഴിക്കുകയാണ്. ഒടപ്പറപ്പിങ്ങൾ, ആ വികാരത്തിൻ്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. MA ഉസ്താദ് എന്ന മഹാപുരുഷൻ, ആ സഹോദരനും എല്ലാം അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾ എന്നു പറഞ്ഞ് കണ്ണീര് പൊഴിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുഖത്തുള്ള വേദന, കുത്തിയൊലിക്കുന്ന കണ്ണീർ തുള്ളികൾ സ്വഹാബത്തിന് അടുക്കാൻ പേടി തോന്നി. പിന്നെ മെല്ലെ അടുത്തു വന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞ ഇഖ്വാന്, ഞങ്ങളൊക്കെ തന്നെ അല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, അൻതും അസ്ഹാബി വ അസ്ഹാരി വ അസ്നാഇ, നിങ്ങളെൻ്റെ അമ്മോശന്മാരാണ്, നിങ്ങളെൻ്റെ അളിയന്മാരാണ്, നിങ്ങളെൻ്റെ ബന്ധുക്കളാണ്, നിങ്ങളെൻ്റെ നാട്ടുകാരാണ്, നിങ്ങളെൻ്റെ സുഹൃത്തുക്കളാണ്. ഇഖ്വാനി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ പറ്റിയല്ല. അപ്പൊ പിന്നെ ആരാണ് ഇഖ്വാൻ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട സ്വഹാബിമാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ വരാനുണ്ട്, അവര് എന്നെ കണ്ടിട്ടില്ല, ആ നഷ്ടത്തിൽ വല്ലാതെ ഖൽബ് പുകഞ്ഞ് സങ്കടപ്പെടുന്നവരാണ്. യവദ്ദു അഹദുഹും ലൗ യറാനി ബിമിൽഇൽ അർദി ദഹബാ, ഭൂമി നിറയെ പൊന്ന് ചെലവാക്കിയാലും അവർക്ക് വേദനയില്ല, എന്നെ ഒരു വട്ടം കണ്ടു കിട്ടുമോ, ഇതാണ് അവരെ മോഹം, അതാണ് അവരെ ആഗ്രഹം. അറബിക്കടൽ നിറയെ പൊന്ന് അവർ സ്വീകരിക്കൂല. ഉഹദ് മലയോളം ഉയരത്തിൽ മുത്തുകൾ, രത്നങ്ങൾ, പവിഴങ്ങൾ അവര് പറയും ഞങ്ങൾക്ക് വേണ്ട. അവർക്കാകെ വേണ്ടത് റുഅ്യതം മിൻഹു മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരൊറ്റവട്ടം കണ്ടു കിട്ടുമെങ്കിൽ അതിന് പൂതി വെച്ച് സ്വലാത്തുകൾ ചൊല്ലി അങ്ങനെ വല്ലാത്ത മഹബത്തായി രാപ്പകലുകൾ മുഴുവനും ഖൽബ് പുകഞ്ഞ് നടക്കുന്ന കുറച്ച് മുഅ്മിനീങ്ങളുണ്ട്. അവരാണ് എൻ്റെ ഇഷ്ട സഹോദരങ്ങൾ, അവരാണ് എൻ്റെ ഉടപ്പുറപ്പിങ്ങൾ, അവരാണ് എൻ്റെ പ്രാണ സഹോദരങ്ങൾ. അവര് വരാതെ ഹൗളിൽ നിന്ന് മറ്റൊരാൾക്കും ഞാൻ കൊടുക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി മഹബ്ബത്ത് കൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. രാത്രി എത്രയെങ്കിലും സ്വലാത്തു ചൊല്ലി മനസ്സിലങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. വെള്ളിയാഴ്ച രാവ് സ്വലാത്തു ചൊല്ലി താജുൽ ഉലമ തങ്ങൾ തന്ന ഇജാസത്തുണ്ട്, ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് തന്ന ഇജാസത്തുണ്ട്, ഹസൻ ഷദ്ദാദ് തങ്ങൾ തന്ന ഇജാസത്തുണ്ട്. അങ്ങനെയൊക്കെ ചൊല്ലി കാണാൻ കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾ എത്ര! സുബ്ഹാന റബ്ബി, സ്വപ്നത്തിലെങ്കിലും കാണണം, ഇല്ലെങ്കിൽ
അവിടുത്തെ ഷഅർ മുബാറക് വെല്ലൂരിലുണ്ടോ? ഞങ്ങൾ പോയി കണ്ടോളാം. കാശ്മീരിലുണ്ടോ? ഞങ്ങൾ പോയി കണ്ടോളാം. അങ്ങനെ ഷഅർ മുബാറക്കിനെ സ്നേഹിച്ചിട്ടും കാണാൻ വേണ്ടി മോഹിച്ചാഗ്രഹിച്ചിട്ടും സുബ്ഹാനല്ലാഹ് അതിന് ഭൂമി നിറയെ പൊന്ന് ചെലവാക്കിയാലും പ്രശ്നമില്ല. ആ ദർശനത്തിൻ്റെ ഒരു മധുരമുണ്ടല്ലോ, ആ ചേർന്നു നിൽപ്പിൻ്റെ വല്ലാത്തൊരു സൗന്ദര്യമുണ്ടല്ലോ, അതിനു വേണ്ടി മാത്രം കാത്ത് ഖൽബ് നൊന്തു കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരെ ചൊല്ലിയാണ് ഞാനീ കരയുന്നതെന്ന് സയ്യിദുനൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. പരിഹസിക്കരുത്, വിമർശിക്കരുത്, കളിയാക്കരുത്, അവഗണിക്കരുത്, അവഹേളിക്കരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മന്നാദാ ശഅറത്തം മിന്നി, എൻ്റെ ഒരു ശഅറത്തിനോട് കളിച്ചവൻ, ആദാനി എന്നെ ദ്രോഹിച്ചവനാണ്. വമൻ ആദാനി എന്നെ ദ്രോഹിച്ചവൻ ഫഖദ് ആദല്ലാഹ, കളി അല്ലാഹുവിനോടാണ്, പടച്ചവനെ ദ്രോഹിച്ചവനാണ്. വമൻ ആദല്ലാഹ, പടച്ചവനെ ദ്രോഹിച്ചവനാണോ, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഇമാം ബുഖാരി തങ്ങൾ കൊടുത്ത അർത്ഥം ഫർളൻ വലാ നഫ്ലാ, ആ മനുഷ്യനിൽ നിന്ന് ഫർളും അല്ലാഹ് സ്വീകരിക്കൂല, സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. ഇത് രണ്ടുമല്ലാതെ സവാബ് കിട്ടുന്ന വേറെ ഒരു അമലും ഇല്ല. അന്തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശഉറൂൻ, നിങ്ങളറിയാതെ അമല് മുഴുവനും പൊളിഞ്ഞു പോകുന്ന പരാജയത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, നസായി ഉദ്ധരിക്കുന്നു. അർത്ഥം ഞാൻ പറയുന്നില്ല, ഹദീസിന്റെ ലഫ്ള് മാത്രം കേൾപ്പിക്കുന്നു. ലാ യഖ്ബലുല്ലാഹു മിൻഹു സ്വദഖതൻ വലാ സകാത്തൻ സ്വൗമൻ വലാ സ്വലാത്തൻ ഹജ്ജൻ വലാ ഉംറത്തൻ. ആ കൂട്ടരിൽ നിന്ന് നിസ്കാരം സ്വീകരിക്കൂല, നോമ്പും സ്വീകരിക്കൂല, സകാത്തും സ്വീകരിക്കൂല, കോടിക്കണക്കിന് വാരിക്കൊടുത്ത സ്വദഖയും അല്ലാഹു സ്വീകരിക്കൂല. സ്വീകരിക്കാൻ ഇനി എന്താണുള്ളത്? ജിഹാദാണ്, തല കൊടുക്കാൻ. അതിന് നടന്നിട്ടും കാര്യമില്ല. ഇഹലോകത്ത് കേസും കുലുമാലും സ്വത്ത് ജപ്തി ചെയ്യലും കണ്ടുകെട്ടലും ആയുഷ്കാലം മുഴുവനും യുപിയിലെ ജയിലിൽ കിടന്നാലും ഗുജറാത്തിലെ ജയിലിൽ കിടന്നാലും സ്വൗമൻ വലാ സ്വലാത്തൻ സ്വദഖതൻ വലാ സകാത്തൻ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ ജിഹാദൻ ഫീ സബീലില്ലാഹ്. ഈമാനെതിരായ കാര്യമാണ് നീ കളിയാക്കി കളഞ്ഞത്, നീ തള്ളിപ്പറഞ്ഞത്, നീ മുസ്ലിമീങ്ങളെ പരിഹസിച്ചത്, നീ ആലിമീങ്ങളെ വേട്ടയാടിയത്, നീ വലിയ ബുദ്ധിമാനായി ചമഞ്ഞു നടന്നത്. 1,00,000-ലേറെ സ്വഹാബിമാർക്ക് ഷഅർ മുബാറക് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് വിതരണം ചെയ്ത സയ്യിദുനാ റസൂലുള്ളാഹി. അവരെ ചൊല്ലിയാണ് അല്ലാഹ് പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ മഹബ്ബത്തുള്ള മനുഷ്യന്മാരെ അവരുടെ ദീനാണ് അള്ളാന്റെ ദീന്, ഇവരിലാണ് ദീന് പൂർത്തിയായത്. മഹബ്ബത്തിന്റെ ഓർമ്മപ്പൂക്കൾ സ്വന്തം തലയിൽ നിന്ന് നീക്കം ചെയ്തത് മുഴുവനും 1.25 ലക്ഷം സ്വഹാബിമാർക്ക് വിതരണം ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അക്ഷരാഭ്യാസമില്ലെന്ന്, ലോകം തിരിയില്ലെന്ന്, മന്ദബുദ്ധിയാണെന്ന്, അപരിഷ്കൃതനാണെന്ന്, അന്ധവിശ്വാസിയാണെന്ന് നീ കരുതിയല്ലേ? നീയാണ് ബുദ്ധിമാൻ
എന്ന് നീ ചിന്തിച്ചുവല്ലേ? അപ്പുറത്തൊരു പ്രൊഫസറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ വലിയ ഒരു കലക്ടറുണ്ട്. അവരൊക്കെ എന്നെപ്പറ്റി എന്തു കരുതും എന്ന് നിനക്ക് തോന്നിപ്പോയിട്ട് ഈ ഉമ്മത്തിനെ നീ തള്ളിപ്പറഞ്ഞു അല്ലേ? നിന്റെ ഒരു അമലും സ്വീകരിക്കില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞു, ഫഇൻ അമനൂ, പുറത്തുള്ള മാലോകർ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, ഇക്കൂട്ടർ വിശ്വസിച്ച പോലെ വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ, പുറത്തുള്ള ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത് സ്വഹാബത്ത് വിശ്വസിച്ച പോലെ, പുറത്തുള്ള ഹൈന്ദവൻ വിശ്വസിക്കേണ്ടത് സ്വഹാബത്ത് വിശ്വസിച്ച പോലെ. പുറത്ത് ആര് ഏതു മജൂസി എന്ത് ആളായാലും ഇവര് വിശ്വസിച്ച പോലെ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവര് മുഹ്തദീങ്ങളാണ്, ഹിദായത്ത് കിട്ടിയവരാണ്. വൈൻ തവല്ലൗ, ഞങ്ങൾ വിവരമുള്ള ആളാണ്, ഞങ്ങൾ ലോകം കണ്ട ആളുകളാണ്, ഞങ്ങൾ വിദ്യാസമ്പന്നരാണ്, ഞങ്ങൾ അഭ്യസ്ത വിദ്യരാണ് എന്നൊക്കെ തോന്നിയിട്ട് ഈ കൺട്രികൾക്കൊപ്പം ഞങ്ങളില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഫഇന്നമാഹും ഫീ ശിഖാഖ്, അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ്.